ഇന്ന് നമ്മൾ പച്ചക്കായും പച്ചപ്പയറുമാണ് ഉപ്പേരി ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഓണത്തിനൊക്കെ ഓണസദ്യക്ക് ഈ ഉപ്പേരി നിർബന്ധമാണ്. ഇതും പച്ചമോരും ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഈ ഉപ്പേരി ഇവിടെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല എരിവും ഉപ്പും ഒക്കെയുള്ള സ്പൈസി ഉപ്പേരിയാണ്. ഇതിനായിട്ട് ഒരു വലിയ കായ എടുത്തിട്ട് അത് ഉപ്പുവെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ട് കറിയൊക്കെ കളഞ്ഞ് നമ്മൾ കുക്കറിലിട്ട് കൊടുത്തു കേട്ടോ. അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. കുറേ വെള്ളം ഒഴിക്കണ്ട, ഇത്ര വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആവി വരുമ്പോൾ ഇത് വെയിറ്റ് ഇടാണ്ടാണ് വേവിക്കേണ്ടത് കേട്ടോ. കുക്കർ അടച്ചു വെച്ച് വെയിറ്റ് ഇടാണ്ട് ഫുൾ ഫ്ലെയിമിൽ ആവി വരുമ്പോൾ സിമ്മിലിടാം. അത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. കായ വെന്തു വേഗം തന്നെ. ഇത് തിളയ്ക്കുമ്പോഴേക്കും വേവണ കായായിരുന്നു, അതുകൊണ്ട് വേഗം വെന്തു. അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി. സിമ്മിലിട്ടിട്ട് ഒരു 2 തള വരുമ്പോഴേക്കും കായ വെന്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ പച്ചപ്പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ കായയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇനി ഉപ്പ് ചേർക്കണില്ല. ഇനി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇത് കാച്ചിന് നേരത്തെ ചേർത്താൽ മതി. അങ്ങനെ ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വീണ്ടും നമ്മൾ അടച്ചു വയ്ക്കും. അടച്ചു വെച്ചിട്ട് ആവി വരുമ്പോൾ സിമ്മിലിട്ടിട്ട് പയറൊക്കെ വേഗം വെന്ത് കിട്ടും. വെയിറ്റ് ഇടരുത്, വെയിറ്റ് ഇട്ടാൽ ഇത് ആകെ കുഴഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ വെയിറ്റ് ഇടാണ്ടാണ് നമ്മളിത് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ അടച്ചു വെച്ചു, വെയിറ്റ് ഇട്ടിട്ടില്ല. ഇത് വീണ്ടും നമ്മൾ സിമ്മിലിട്ടിട്ട് നോക്കിയപ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പയർ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി, ഇടയ്ക്ക് ഇളക്കി നോക്കുക അടിയിൽ അങ്ങനെ പിടിക്കുന്നുണ്ടോ, വെള്ളം കുറവുണ്ടോ എന്നൊക്കെ. അങ്ങനെ അത് വെന്ത് കഴിഞ്ഞു. ഇനി നമ്മളത് കാച്ചാനായിട്ട് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും എടുത്തു. വെളിച്ചെണ്ണ നല്ല ചൂടായപ്പോൾ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക. അത് എത്ര ചുമന്നുള്ളി വേണമെങ്കിലും എടുക്കട്ടെ. വെളുത്തുള്ളി ഒരു 5-6 എടുത്താൽ മതി. ചുമന്നുള്ളി ഇത്തിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് കുത്തി പൊടിച്ച മുളകാണ് കേട്ടോ. ഇവിടെ മിക്സിയിലാണ് മുളക് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനൊരു 6 മുളക് പൊടിച്ചിട്ടുണ്ട്. അത് കൂടെ ചേർത്ത് കറിവേപ്പിലയും ചേർത്ത്. മുളക് ആദ്യം തന്നെ ഇടുന്നതാണ് നല്ലത്. അപ്പം മുളക് നന്നായിട്ട് അവസാനം ആകുമ്പോഴേക്കും മുളക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിക്കോളും. അങ്ങനെ ഇത് 3ഉം കൂടെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. തീ കൂട്ടി വെക്കണ്ട. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് വേണം. അങ്ങനെ നമ്മുടെ കറിയിൽ കുറച്ച് ഉപ്പ് കുറവാണ് വേവിച്ച കായലും പയറിലും. അപ്പോൾ മസാലയിൽ ഉപ്പ് ചേർക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അപ്പോൾ നല്ല കളറ് കിട്ടും. എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. കാശ്മീരി ചില്ലി ഇട്ടാൽ അധികം എരിവുണ്ടാവില്ല. മുളക് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ വേവിച്ച് വെച്ച കായും പയറും കൂടെ ചേർക്കേണ്ടത്. പിന്നെ വേറെ പണിയൊന്നുമില്ല. പിന്നെ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇട്ടിട്ട് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ വളർന്ന പോലെ കിട്ടും നമുക്ക് ഉപ്പേരി. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയും ആവശ്യം തോന്നുകയാണെങ്കിൽ. ഇത് കുറച്ച് നല്ല എരിവും ഉപ്പും ഒക്കെയുള്ള ഉപ്പേരിയാണ്. ഇങ്ങനത്തെ ഉപ്പേരിക്കൊക്കെ കുറച്ച് എരിവൊക്കെ വേണം, എന്നാലേ സ്വാദ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറ്റാൻ വേണ്ടി തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വലിഞ്ഞ് എല്ലാ വെള്ളവും പോയി നല്ല ഒലർന്ന് ഇങ്ങനെ കിട്ടി. അപ്പോൾ അധികം വെന്തുടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര സ്വാദ് ഉണ്ടാവില്ല. ചില കായൊക്കെ പെട്ടെന്ന് വെന്തുടയും. അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ വെച്ചിട്ട്. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.